ഇനി നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പരിചയപ്പെടാം. അതിനകത്ത് ഫസ്റ്റ് ഭാഗമാണ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ്. ദർ ആർ 2 types of laws. Faraday's first law and Faraday's second law. What is Faraday's first law? The weight of substance formed എന്ന് പറയുന്ന സ്ഥലത്ത് ഒന്നുകിൽ the weight of substance liberated or deposited എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ the weight of the substance liberated or deposited at an electrode during electrolysis are directly proportional to the quantity of electricity or quantity of current passes through the electrolyte. ഇതിനെയാണ് ഫാരഡേസ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. ഇഫ് എം ഈസ് ദ മാസ് ഓഫ് ദ സബ്സ്റ്റൻസസ് ഡിപ്പോസിറ്റഡ്, എം എന്ന് പറയുന്നത് മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഡിപ്പോസിറ്റഡ് ആണ്. അതുപോലെ ക്യൂ ഇസ് ദ ക്വാണ്ടിറ്റി ഓഫ് കറണ്ട് ഓർ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. ദെയർഫോർ എം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂ എന്ന് വെച്ചാൽ മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഡിപ്പോസിറ്റഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂ, ക്വാണ്ടിറ്റി ഓഫ് ദ ഇലക്ട്രിസിറ്റി. ഓക്കെ, ഇതിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ വരും ക്യൂ ഈസ് ഈക്വൽ ടു, നമുക്ക് ഓൾറെഡി അറിയാം ക്യൂ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ടി, അല്ലെങ്കിൽ ക്യൂ ഈസ് ഈക്വൽ ഡിസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ ആൻഡ് ഓർ ക്യൂ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടി, അല്ലെങ്കിൽ ഇതിനകത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും, ക്യൂ ഈസ് ഈക്വൽ ടു ഐ ടി എന്ന് പറയാം. അത് നമ്മൾ മുകളിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് വരും മാസ് എം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ ടി എന്ന് പറയാം. അല്ലെങ്കിൽ അതിനെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇസഡ് അവിടെ ഇൻട്രൊഡ്യൂസ് കഴിഞ്ഞാൽ എം ഈസ് ഈക്വൽ ടു ഇസഡ് ഐ ടി എന്ന് പറയാം. വേർ എം ഈസ് ദ മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഡിപ്പോസിറ്റ്, ഇസഡ് ഈസ് ദ ഇലക്ട്രോകെമിക്കൽ ഇക്വലൻസ്, ഐ ഈസ് ദ കറണ്ട് പാസസ് ത്രൂ ദ ഇലക്ട്രോലൈറ്റ്, T is the time of the current passing. അപ്പോൾ കറണ്ട് പാസ് ചെയ്ത ടൈമാണ് ടി എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്നത് രണ്ട് രീതി ചോദിക്കാം. ഒന്ന് ഫാരഡേസ് ലോ ഫസ്റ്റ് ലോ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻസ് എന്താണെന്ന് ചോദിക്കാം. ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പറഞ്ഞ ശേഷം നമ്മൾ എന്ത് എഴുതണം, വെൻ I is equal to 1 and T is equal to 1 എന്ന് വെച്ചാൽ when 1 ampere of current passing through the electrolyte for 1 minute or 1 second, therefore നമുക്ക് എന്ത് പറയാൻ പറ്റും, M is equal to Z എന്ന് പറയാം. That is the mass of substance deposited at 1 ampere of current for 1 second എന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയാണ് ഇത് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോകാം. ദ ഫാരഡേസ് സെക്കൻഡ് ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞത് വെയിറ്റ് ഓഫ് സബ്സ്റ്റൻസ് ഡിപ്പോസിറ്റഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്വാണ്ടിറ്റി ഓഫ് കറണ്ട് എന്നാണ്. ഇവിടെ നമ്മൾ പറയുന്നത് ഒരേ ക്വാണ്ടിറ്റി ഓഫ് കറണ്ടാണ് പാസ് ചെയ്യുന്നതെങ്കിൽ അവിടെ വെയിറ്റ് ഓഫ് സബ്സ്റ്റൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇക്വലൻറ്റ് വെയിറ്റ്. എന്താണ് അപ്പോൾ ഒന്ന് നോക്കാം, എന്താണ് വെയിറ്റ് ഓഫ് ഡിഫറൻറ്റ് സബ്സ്റ്റൻസ് ഫോംഡ് ബൈ ദ passage of same quantity of electricity are proportional to the equivalent weight of the substance. അപ്പോൾ ദാറ്റ് മീൻസ് എന്താണ്, വെയിറ്റ് ഡബ്ല്യു ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇക്വലൻറ്റ് വെയിറ്റ് എന്ന് പറയാൻ പറ്റും. ലെറ്റ്സ് ഇല്ലുസ്ട്രേറ്റ് എന്താണ് AgNO3 CuSO4 H2SO4 എന്ന് പറയുന്ന 3 ഇലക്ട്രോലൈറ്റുകൾക്കകത്തേക്ക് കറണ്ട് പാസ് ചെയ്യുന്നു, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു സെല്ലിനകത്ത് AgNO3യുടെ ഒരു സെല്ലിനകത്ത് എന്താണ് 2 ഇലക്ട്രോഡ് കാണും, ഒരു കാഥോഡ് കാണും, ഒരു ആനോഡ് കാണും. സിമിലർലി കോപ്പർ സൾഫേറ്റിനകത്തും ഒരു കാഥോഡും ആനോഡും കാണും. അതുപോലെ തന്നെ H2SO4നകത്തും ഒരു ആനോഡും കാണും. ഇവയെല്ലാം എന്ത് ചെയ്യുന്നു, സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ബാറ്ററിയിലിട്ട് കണക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, മാസ് ഓഫ് ഹൈഡ്രജൻ ലിബറേറ്റഡ് എന്ന് വെച്ചാൽ ലാസ്റ്റ് H2SO4നകത്താണ് മാസ് ഓഫ് ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യുന്നത്, ഡിവൈഡ് ബൈ മാസ് ഓഫ് കോപ്പർ ഡിപ്പോസിറ്റ് എന്ന് വെച്ചാൽ നടുക്കത്തിനകത്ത്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇക്വലൻറ്റ് വെയിറ്റ് ഓഫ് ദ ഹൈഡ്രജൻ ഡിവൈഡ് ബൈ ഇക്വലൻറ്റ് വെയിറ്റ് ഓഫ് കോപ്പർ ആണ്. ഇനി ആദ്യത്തെ രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ എന്ത് പറയാൻ പറ്റും, മാസ് ഓഫ് കോപ്പർ ഡിപ്പോസിറ്റ് ഡിവൈഡ് ബൈ മാസ് ഓഫ് സിൽവർ ഡിപ്പോസിറ്റഡ് ഈസ് ഈക്വൽ ടു ഇക്വലൻറ്റ് വെയിറ്റ് ഓഫ് കോപ്പർ ഡിവൈഡ് ബൈ ഇക്വലൻറ്റ് വെയിറ്റ് ഓഫ് സിൽവർ എന്ന് പറയാൻ പറ്റും. ഇതിനെയാണ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ ഫാരഡേസ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സെൽ കോൺസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ, ഇതാണ് സെൽ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ദ എക്സാക്ട് വാല്യൂ ഓഫ് സെൽ കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു L/A അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A എന്ന് പറയാൻ പറ്റും. ഇനി ഇവിടെ ഹിയർ ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രോഡ് ലൈറ്റ്സ് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ്സ് സീരീസ് L ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ഇലക്ട്രോഡ്സ് എന്ന് പറയാം, ആൻഡ് A ഈസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ ഇലക്ട്രോഡ് എന്ന് പറയാം. ഇനി അവിടെ നമുക്ക് എങ്ങനെ ഇതിനെ ഈ പറയുന്ന ഒരു കണ്ടക്റ്റൻസിൻ്റെ ടേമിലേക്ക് ഈ സെൽ കോൺസ്റ്റൻറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് നോക്കാം. നമുക്കറിയാം റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു L/A എന്ന് പറയാൻ പറ്റും, വേർ റോ ഈസ് ദ റെസിസ്റ്റിവിറ്റി എന്ന് പറയാം. ഇനി 1/R നമുക്ക് കണ്ടക്ടിവിറ്റി C എന്ന് പറയാം. അതാണ് ഞാൻ റൈറ്റ് സൈഡിൽ പെന്ന് വെച്ച് എഴുതിയിരിക്കുകയാണ്. C ഈസ് ഈക്വൽ ടു 1/R ഈസ് ഈക്വൽ ടു എന്ന് പറയാൻ പറ്റും 1/ρ ഇൻറ്റു A/L എന്ന് പറയാം. അപ്പോൾ ഈ 1/ρ നമുക്കെന്ന് പറയാം K എന്ന് പറയാം, അതിനെയാണ് കണ്ടക്ടിവിറ്റി എന്ന് പറയാം. അപ്പോൾ K ഇൻറ്റു A/L എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ റീഅറേഞ്ച് കഴിഞ്ഞാൽ K ഈസ് ഈക്വൽ എന്ന് പറയാൻ പറ്റും L/A ഇൻറ്റു 1/R എന്ന് കൊടുക്കാം. 1/Rക്ക് C എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്കെന്ത് പറയാൻ പറ്റും, K ഈസ് ഈക്വൽ ടു L/A ഇൻറ്റു C എന്ന് കൊടുക്കാം. ഈ L/A ആണ് ഇത് പറയുന്നത് സെൽ കോൺസ്റ്റൻറ്റ് എന്ന് നമുക്ക് പറയാം. അപ്പം രണ്ട് രീതി എഴുതാം,
സെൽ കോൺസ്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇതിനെ റീഅറേഞ്ച് ചെയ്താൽ L/Aക്ക് വരെ സെൽ കോൺസ്റ്റൻറ്റ് എടുത്തിട്ട് എഴുതി കഴിഞ്ഞാൽ സെൽ കോൺസ്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു R എന്ന് എഴുതാം, അല്ലെങ്കിൽ K/C എന്ന് എഴുതാം. ഇതാണ് സെൽ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്പെസിഫിക് കണ്ടക്ടൻസ് K ഈസ് ഈക്വൽ ടു എഴുതാൻ പറ്റും 1/R ഇൻറ്റു L/A. അത് നമ്മുടെ ടെസ്റ്റിനകത്ത് കാണുന്നു. ദാറ്റ് ഈസ് K ഈസ് ഈക്വൽ ടു നമുക്കെന്ത് പറയാൻ പറ്റും, ഒബ്സർവ്ഡ് കണ്ടക്ടൻസ് ഇൻറ്റു സെൽ കോൺസ്റ്റൻറ്റ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ 1/R എന്ന് വെച്ചാൽ കണ്ടക്ടൻസ്, അതാണ് ഒബ്സർവ്ഡ് കണ്ടക്ടൻസ് ഇൻറ്റു L/A എന്ന് വെച്ചാൽ സെൽ കോൺസ്റ്റൻറ്റ്. ഇതിനെയാണ് ഈ ടേം എന്ന് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ സെൽ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് എന്ത് പറയാൻ പറ്റും, സ്പെസിഫിക് കണ്ടക്ടൻസ് K ഡിവൈഡ് ബൈ ഒബ്സർവ്ഡ് കണ്ടക്ടൻസ് C എന്ന് പറയാം. അപ്പോൾ ഇതിനെയാണ് സെൽ കോൺസ്റ്റൻറ്റിൻ്റെ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഏരിയ എന്താണ്, ബിഹേവിയർ ഓഫ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആൻഡ് എ വീക്ക് ഇലക്ട്രോലൈറ്റ്. എന്താണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, എന്താണ് വീക്ക് ഇലക്ട്രോലൈറ്റ്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്താണെന്ന് നമുക്കറിയാം. എന്താണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആർ ദ സബ്സ്റ്റൻസ് വിച്ച് ഡിസോസിയേറ്റ് കംപ്ലീറ്റ്ലി, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടക്കുന്ന സബ്സ്റ്റൻസിനെയാണ് ഇത് പറയുന്നത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. അവിടെ അതിൻ്റെ പ്രത്യേകത, അത് അപ്രോച്ച് സീറോ കോൺസെൻട്രേഷനിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇക്വലൻ്റ് കണ്ടക്ടൻസ് മാക്സിമം ആയിരിക്കും എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം ഇതാണ് സ്ട്രോങ് ലെവൽ. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്താണ്, ദീസ് ആർ സബ്സ്റ്റൻസ് വിച്ച് ഡിസോസിയേറ്റ് കംപ്ലീറ്റ്ലി. ഇതിനെയാണ് ഇത് പറയുന്നത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും അതുപോലെ തന്നെ എല്ലാ സോൾട്ടുകളും എന്തിന് എക്സാമ്പിളാണ്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് എക്സാമ്പിളാണ്. എന്നാൽ വീക്ക് ഇലക്ട്രോലൈറ്റ് എന്താണ്, വീക്ക് ഇലക്ട്രോലൈറ്റ്സ് എന്ന് വെച്ചാൽ എക്സാമ്പിളാണ് അസറ്റിക് ആസിഡ്, അല്ലെങ്കിൽ വീക്ക് ആസിഡും വീക്ക് ബേസുകളും വീക്ക് ഇലക്ട്രോലൈറ്റ്സിനാണ് എക്സാമ്പിളാണ്. അവിടെ പ്രത്യേകത എന്താണ്, ദീസ് ആർ പാർഷ്യലി അയണൈസ്ഡ്, അല്ലെങ്കിൽ വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ആർ ദ സബ്സ്റ്റൻസസ് വിച്ച് ആർ പാർഷ്യലി അയണൈസ്ഡ് അല്ലെങ്കിൽ ഡിസോസിയേറ്റഡ്. ഇതിനെ എന്ത് പറയുന്നത്, വീക്ക് ഇലക്ട്രോലൈറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ അവിടെ ഒന്ന് പറഞ്ഞു വയ്ക്കുന്നത്. ഇനി അതിൻ്റെ ബിഹേവിയർ എന്താണ്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ഒന്നാമത്തെ ബിഹേവിയർ കാണിക്കുന്നത്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ലൈക്ക് HCl, KCl ഹാസ് ദ ടെൻഡൻസി ഫോർ ഇക്വലൻറ്റ് കണ്ടക്ടൻസ് approach a certain limit value when the concentration approaches to zero. The value of equivalent conductance at this point is called equivalent conductance at infinite dilution, അല്ലെങ്കിൽ lambda 0 എന്ന് നമുക്ക് പറയാൻ പറ്റും. Okay, this value can be obtained by extrapolating the curve of equivalent weight അല്ലെങ്കിൽ equivalent conductance versus root C, അല്ലെങ്കിൽ concentration എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത എന്താണ്, രണ്ടാമത്തെ എന്താണ്, ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ് ലൈക്ക് അസറ്റിക് ആസിഡ് it can observe that no limit value can be attained. എന്ന് വെച്ചാൽ അവിടെ നമുക്ക് എക്സ് ആക്സിസിലേക്ക്, അതൊരു സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ അല്ല, അത് എക്സ്ട്രാ ആക്സിസിലേക്ക് എക്സ്ട്രാപ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വൈ ആക്സിസിൽ പോയി മുട്ടില്ല, പകരം എന്ത് ചെയ്യും, വൈ ആക്സിന് പാരലായിട്ട് മുകളിലേക്ക് പോകും, ഒരു പരാബോളയുടെ സൈഡ് പോലെ മുകളിലേക്ക് പോകും. അപ്പോൾ അതാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. Hence the equivalent conductance of the weak electrolytes at the zero concentration cannot be obtained by the extrapolating the curve എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി എന്താണ് കോൾറാഷ്യസ് ലോ എന്ന് പറയുന്നത്? കോൾറാഷ്യസ് ലോ എന്ന് വെച്ചാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. കോൾറാഷ്യസ് ലോ സ്റ്റഡീഡ് ദാറ്റ് കോൾറാഷ്യസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് സ്റ്റഡി ചെയ്തു എന്താണ്, ദ ഇക്വലൻ്റ് കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡയല്യൂഷൻ ഫോർ എ നമ്പർ ഓഫ് പെയർസ് ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ഹാവിങ് സെയിം കാറ്റയോൺസ് ആൻഡ് സെയിം ആനയോൺസ്. അപ്പോൾ കാറ്റയോൺസും ആനയോൺസും സെയിം ആയിട്ടുള്ള ഡിഫറൻറ്റ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സുകളെ അദ്ദേഹം സ്റ്റഡി ചെയ്തപ്പോൾ അദ്ദേഹം എന്ത് സംഭവിച്ചു, അദ്ദേഹം അതിൻ്റെ ഇൻഫിനിറ്റ് ഡയല്യൂഷൻ എന്ന് പറയുന്നത് ലാംഡ 0, അല്ലെങ്കിൽ ഈ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡയല്യൂഷൻ അദ്ദേഹം സ്റ്റഡി ചെയ്തു. അപ്പോൾ അതിനകത്ത് അദ്ദേഹം എന്താണ് പറഞ്ഞത്, കോൾറാഷ്യസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് മൈഗ്രേഷൻ ഓഫ് അയോൺ സ്റ്റേറ്റ് ദാറ്റ് എന്താണ് സ്റ്റേറ്റ് പറയുന്നത്, അത് എന്താണ് പറയുന്നത്, സ്റ്റേറ്റ് ദാറ്റ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് can be represented as the sum of the individual contribution of anions and cations of the electrolyte. അതൊന്നുകൂടെ പറയാം, എന്താണ്, കോൾറാഷ്യസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് can be represented as the sum of individual contribution of the anions and cations of electrolyte എന്ന് പറയാൻ പറ്റും. അപ്പോൾ മാത്തമാറ്റിക്കലി നമുക്കെന്ത് പറയാൻ പറ്റും, AXും BYയും എന്നുള്ള ഒരു സൊല്യൂഷൻ, അതായത് ഒരു ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ, ഒരു കോമ്പൗണ്ട് ആണെങ്കിൽ, അതിൻ്റെ സൊല്യൂഷനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അതിൻ്റെ ലാംഡ 0 EM ഫോർ AX BY ഈസ് ഈക്വൽ ടു പറയാൻ പറ്റും എക്സ് ലാംഡ 0 A മൈനസ് പ്ലസ് A മൈനസ് അല്ല A പ്ലസ് പ്ലസ് ലാംഡ 0 B മൈനസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അത് തെറ്റിയതാണ്. അപ്പം എക്സ് ലാംഡ 0 A പ്ലസ് പ്ലസ് ലാംഡ 0 B മൈനസ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ NaCl എന്ന് പറയുന്ന ഒരാളുടെ പേര് എന്ന് പറയാൻ പറ്റും ലാംഡ 0 M ഓഫ് NaCl ഇസ് ഈക്വൽ ടു എന്ന് പറയാൻ പറ്റും ലാംഡ 0 Na പ്ലസ് പ്ലസ് ലാംഡ 0 Cl മൈനസ്. ഇതിനെയാണ് പറയുന്നത് കോൾറാഷ്യസ് ലോ. എന്ന് വെച്ചാൽ എന്താണ്, Na പ്ലസ് എന്ന് വെച്ചാൽ കാറ്റയോൺ,
Cl മൈനസ് എന്ന് വെച്ചാൽ ആനയോൺ. അപ്പോൾ കാറ്റയോണും ആനയോണും എന്ത് ചെയ്യും, ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ ടോട്ടൽ കണ്ടക്ടിവിറ്റിയുടെ സം ആയിരിക്കും ആ ഇലക്ട്രോലൈറ്റിൻ്റെ കണ്ടക്ടൻസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയുന്നതാണ്, Collas's law of independent migration ion state that the limiting molar conductivity of an electrolyte can be represented as the sum of the individual contribution of anions and cations of the electrolyte എന്ന് നമ്മൾ പറയാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് ജസ്റ്റ് രണ്ടെണ്ണം പറഞ്ഞാൽ അത് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ച് കാണാറുള്ളതാണ്. കാൽക്കുലേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ത് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്താണ്, കാൽക്കുലേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇൻഫിനിറ്റ് ഡയലൂഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്. സാധാരണ രീതിയിൽ നമുക്ക് ഗ്രാഫിനകത്ത് നിന്ന് ഇൻഫിനിറ്റ് ഡയലൂഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ലാംഡ സീറോ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, അത് നമുക്ക് ഈ കോൾറാഷ്യസ് ലോ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്ന് നോക്കി, നമുക്കൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള അസറ്റിക് ആസിഡിനെ നമുക്ക് CH3COH എന്നറിയാം. അതിൻ്റെ ലാംഡ സീറോ എന്ന് വെച്ചാൽ ലാംഡ സീറോ CH3COH = ലാംഡ സീറോ CH3CO മൈനസ് പ്ലസ് ലാംഡ സീറോ H പ്ലസ് എന്ന് നമുക്ക് പറയാം. അതിനെ നമുക്ക് 3 ഡിഫറൻറ്റ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളുടെ കണ്ടക്റ്റൻസിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്, ലാംഡ സീറോ CH3CONA എന്ന് പറയുന്ന സോൾട്ട് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. അതുകൊണ്ട് ലാംഡ സീറോ CH3CONA = ലാംഡ സീറോ CH3CO മൈനസ് പ്ലസ് ലാംഡ സീറോ NA പ്ലസ് എന്ന് എഴുതാം. സിമിലർലി ലാംഡ സീറോ HCl = ലാംഡ സീറോ H പ്ലസ് പ്ലസ് ലാംഡ സീറോ Cl മൈനസ് എന്ന് എഴുതാം. അതുപോലെ തന്നെ ലാംഡ സീറോ NaCl = ലാംഡ സീറോ Na പ്ലസ് പ്ലസ് ലാംഡ സീറോ Cl മൈനസ് എന്ന് എഴുതാം. ഇനി ഇതിനെ എല്ലാം കൂടെ കൂട്ടിയതിന് ശേഷം എന്ന് വെച്ചാൽ ആദ്യത്തെ രണ്ടെണ്ണത്തിന് കൂട്ടി കഴിഞ്ഞിട്ട് ലാസ്റ്റിലത്തെ ഒരെണ്ണം മൈനസ് ചെയ്താൽ നമുക്കത് കിട്ടും. നോക്കി, ലാംഡ സീറോ CH3CONA പ്ലസ് ലാംഡ സീറോ HCl മൈനസ് ലാംഡ സീറോ NaCl എന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും, ലാംഡ സീറോ CH3CO മൈനസ് പ്ലസ് ലാംഡ സീറോ Na പ്ലസ് പ്ലസ് ലാംഡ സീറോ H പ്ലസ് പ്ലസ് ലാംഡ സീറോ Cl മൈനസ് മൈനസ് ലാംഡ സീറോ Na പ്ലസ് മൈനസ് ലാംഡ സീറോ Cl മൈനസ് എന്ന് വരും. അവിടെ ലാസ്റ്റിൽ മൈനസ് ആണ്. അപ്പം ആ NaClൻ്റെ Cലും Na പ്ലസും Cലും Na പ്ലസും അവിടെ 2 ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി ഇത് വരും, ലാംഡ സീറോ CH3CO മൈനസ് പ്ലസ് ലാംഡ സീറോ H പ്ലസ് എന്ന് നമുക്ക് കിട്ടും. അത് നമ്മളുടെ അസറ്റിക് ആസിഡിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അസറ്റിക് ആസിഡിൻ്റെ ഡിസോസിയേഷൻ ഈക്വലാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ ലാംഡ സീറോ CH3CONA പ്ലസ് ലാംഡ സീറോ HCl എടുത്തതിന് ശേഷം അതിനകത്ത് നിന്ന് ലാംഡ സീറോ NaCl മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും, അസറ്റിക് ആസിഡിൻ്റെ ലാംഡ സീറോ CH3COH കിട്ടും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അതെന്ന് വെച്ചാൽ ഈ വീക്ക് ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള CH3COHൻ്റെ ലാംഡ സീറോ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, എവിടുന്ന് കണ്ടുപിടിക്കാം, സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റും എന്നതാണ് ഒരു ആപ്ലിക്കേഷൻ. ഇനി കാൽക്കുലേഷൻ ഓഫ് ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് എന്താ, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഇസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് ലാംഡ സീറോ M ഡിവൈഡ് ബൈ ലാംഡ CM ഡിവൈഡ് ബൈ ലാംഡ സീറോ M എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതിനെയാണ് ഇത് പറയുന്നത് ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെയാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ. എന്താണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, എന്താണ്, റേഷ്യോ ഓഫ് കണ്ടക്റ്റൻസ് ഓഫ് ദ സബ്സ്റ്റൻസ് അറ്റ് എ കോൺസെൻട്രേഷൻ C ഡിവൈഡ് ബൈ കണ്ടക്റ്റൻസ് ഓഫ് ദ സബ്സ്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ, ദാറ്റ് ഈസ് ലാംഡ CM ഡിവൈഡ് ബൈ ലാംഡ സീറോ M എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അതാണ് 2 മെയിനായിട്ടുള്ള ആപ്ലിക്കേഷനായിട്ട് നമ്മളിവിടെ പറയുന്നത്. ഇനി അടുത്ത ഏരിയയിലേക്ക് പോകുന്നു, അബ്നോർമൽ അയോൺ കണ്ടക്ടിവിറ്റി ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രോക്സിൽ അയോൺ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ H+ ആയിട്ടുള്ള ഹൈഡ്രജൻ അയോണിൻ്റെയും OH- ആയിട്ടുള്ള ഹൈഡ്രോക്സിൽ അയോണിനും അബ്നോർമൽ കണ്ടക്ടിവിറ്റി ഉണ്ട്. അതിന് കാരണം എന്താണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, സ്ഥിരമായിട്ട് ചോദിച്ചു കാണാറുള്ളതാണ്. നോക്കാം, ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രോക്സിൽ അയോൺസ് ഹാവ് എക്സെപ്ഷണൽ ഹൈ അയോണിക് മൊബിലിറ്റി ഇൻ ഹൈഡ്രോക്സിലിക് സോൾവെൻറ്റ്സ്. എന്നുവെച്ചാൽ വെള്ളം പോലെയുള്ള ഹൈഡ്രോക്സിലിക് സോൾവെൻസിനകത്ത് ഈ H+നും OH- ഹൈ കണ്ടക്ടിവിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഹൈ മൊബിലിറ്റി ഉണ്ട്. ഹൈ കണ്ടക്ടിവിറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഹൈ മൊബിലിറ്റി ഉണ്ടാകുന്നത്. ഓക്കെ, ഇൻ വാട്ടർ ഹൈഡ്രജൻ അയോൺ ഈസ് സ്ട്രോങ്ലി ഹൈഡ്രേറ്റഡ് ആസ് H3O+ അയോൺ അല്ലെങ്കിൽ ഹൈഡ്രോണിയം അയോൺ, വിച്ച് ഈസ് ഏബിൾ ടു ട്രാൻസ്ഫർ എ പ്രോട്ടോൺ ടു ദ നൈബർ ഹൈഡ്രജൻ ബോണ്ടഡ് വാട്ടർ. അപ്പോൾ നീ ഒരു H+ ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല, അത് ഒരു വാട്ടറുമായിട്ട് ചേർന്നിട്ട് H2O ചേർന്ന് H3O+ ആയിട്ടാണ് നിൽക്കുന്നത്. ഈ H3O+ ആ പ്രോട്ടോണിനെ എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത ഒരു വാട്ടർ മോളിക്യൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം നൈബറിങ് ഹൈഡ്രജൻ ബോണ്ടഡ് വാട്ടർ മോളിക്യൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ബൈ റീ അറേഞ്ചിങ് ദ ഹൈഡ്രജൻ ബോണ്ട്സ്. അപ്പം ഈ മെക്കാനിസം വഴി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി നടത്താൻ പറ്റും, അല്ലെങ്കിൽ മൈഗ്രേഷൻ ഓഫ് അയോൺസ് വളരെ സ്പീഡിൽ നടത്താൻ പറ്റും. ദ ജനറൽ മെക്കാനിസം ഓഫ് കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് ദ മൈഗ്രേഷൻ ഓഫ് അയോൺസ് ഇൻ ദ മീഡിയം ഓഫ് സോൾവെൻറ്റ്, ബട്ട്
In the case of H plus and OH minus, there is another mechanism of the conductivity, like conduction of electricity in addition to the general mechanism. This additional conductance mechanism is called ഗ്രോത്തസ് മെക്കാനിസം ഓർ ചെയിൻ റിലേ മെക്കാനിസം എന്ന്. അപ്പോൾ ചെയിൻ റിലേ എന്ന് വെച്ചാൽ എന്താണ്, ഈ വാട്ടർ മോളിക്കൂൾ ഒരു H+മായിട്ട് ചേർന്ന് H3O+ ആവുന്നു. ആ H2O+നെ അടുത്ത വാട്ടർ മോളിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ആൾ H2O ആയിട്ട് തന്നെ നിൽക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും, രണ്ടാമത്തെ ആൾ H3O+ ആവുന്നു. അവിടുന്ന് പിന്നെയും H+ അങ്ങോട്ട് എന്ന് വെച്ചാൽ ഈ H+ ട്രാൻസ്ഫർ ചെയ്യുന്നത് വളരെ പെട്ടെന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം മൂവ് ചെയ്യേണ്ട ഈ അയോണുകൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ മതി. അതുകൊണ്ടാണ് ഇത് വളരെ ഫാസ്റ്റായിട്ട് നിൽക്കുന്നത്. അപ്പോൾ കണ്ടോ, H3O+ എന്ത് ചെയ്യുന്നു, ഒരു -H2O കൊടുത്തുകൊണ്ട് H+ ആയിട്ട് മാറുന്നു. ആ H+ വീണ്ടും H2O ആഡ് ചെയ്യുമ്പോഴത്തേക്ക് H3O+ ആകുന്നു. ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, വളരെ പെട്ടെന്ന് H+നും സിമിലർലി OH- എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റുന്നു. ഇതാണ് അബ്നോർമൽ കണ്ടക്ടിവിറ്റിക്ക് കാരണം എന്ന് പറയുന്നത്. ഇനി അയോണിക് കണ്ടക്ടിവിറ്റി ആണ് വാൾഡൻസ് റൂൾ എന്ന് പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതിനാണ് വാൾഡൻസ് റൂൾ എന്ന് പറയുന്ന ഒരു ഏരിയ നിങ്ങൾക്ക് സിലബസിലുള്ളതാണ്. അപ്പോൾ അയോണിക് കണ്ടക്ടിവിറ്റിയും വിസ്കോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, നമുക്കറിയാം. വിസ്കസ് ഫോഴ്സ്, ഇത്രയും കാര്യങ്ങൾ മാത്രം മതി. വിസ്കസ് ഫോഴ്സ് F = 6π∗RV എന്നറിയാം. ഇതാണ് 6π∗RV എന്നറിയാം. ഇനി നമ്മളൊരു ഫീൽഡ്, ഒരു ഇലക്ട്രിക് ഫീൽഡ് അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മൂലം ആ ഒരു മൊബിലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അയോണിൻ്റെ മൊബിലിറ്റി എന്ന് പറയുന്നത് ZEE എന്നാണ്. അപ്പം ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിൽ പെടുത്തുമ്പോഴും ഈ രണ്ട് ഫോഴ്സുകൾ, അതായത് ഫോഴ്സ് ഡ്യൂ ടു ഫ്രിക്ഷൻ F = 6π∗RVയും ഈ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുള്ള ZEEയും രണ്ടും ഈക്വൽ ആവും. ദാറ്റ് ഈസ് 6π∗RV = ZEE. അതിനകത്ത് എന്ത് പറയാൻ പറ്റും, വി അല്ലെങ്കിൽ വിക്ക് പകരം കൊടുത്തിരിക്കുന്ന ടേമാണ്, അല്ലെങ്കിൽ നമ്മൾ വെലോസിറ്റിക്ക് പറയാൻ വേറെ ടേമിലാണ് പറയുന്നത്, മൊബിലിറ്റിയാണ്. മൊബിലിറ്റി μ അല്ലെങ്കിൽ U ± V/E എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും, V/E കണ്ടുപിടിക്കാൻ പറ്റും. മുകളിലത്തെ ഇക്വേഷനകത്ത് V/E എന്താണ് പറ്റും, Z/E/6π∗R എന്ന് കൊടുക്കാൻ പറ്റും. അതിനകത്ത് നിന്ന് λ ± ZU ± F എന്ന് ZU ± F എന്ന് എഴുതാൻ പറ്റും. അപ്പം അതിനകത്ത് നിന്ന് യുടെ വാല്യൂ കൊടുത്ത് എന്ത് കിട്ടും, λ ± Z²EF/6π∗RV എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ R എന്ന് കൊടുക്കാം. ഇതിനകത്ത് എല്ലാ ടേമും കോൺസ്റ്റൻ്റ് ആണ് എക്സെപ്റ്റ് എന്ന് പറയുന്ന ടേം. എന്ന് വെച്ചാൽ വെസ്കോസിറ്റി ഓഫ് ദിസ് സോൾവൻ്റ് ആണ്. ബാക്കിയുള്ളതെല്ലാം ഒരു പർട്ടിക്കുലർ അയോണിന് കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഈറ്റയെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ അത് മുകളിലേക്ക് വരും. ദാറ്റ് മീൻസ് λ ± എ കോൺസ്റ്റൻ്റ് എന്ന് പറയാൻ പറ്റും. കാരണം ബാക്കിയുള്ളതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ പ്രോഡക്റ്റ് എല്ലാം കൂടെ നമുക്കൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് എഴുതാം. ദാറ്റ് മീൻസ് λ ± എ കോൺസ്റ്റൻ്റ് എന്ന് പറയാൻ പറ്റും. ഇതിനെയാണ് ഈ ഇക്വേഷനാണ് നമ്മളെന്ന് പറയുന്നത് വാൽഡൻസ് റൂൾ. എന്താണ് വാൽഡൻസ് റൂൾ എന്നാണ് പറയുന്നത്. ഇനി എന്താണ് ട്രാൻസ്പോർട്ട് നമ്പർ എന്ന് പറയാം. ട്രാൻസ്പോർട്ട് നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ട്രാൻസ്പോർട്ട് നമ്പറും ഡിറ്റക്ഷൻ ഓഫ് ട്രാൻസ്പോർട്ട് നമ്പറും ചോദിച്ച് കാണാറുള്ളതാണ്. എന്താണ് ട്രാൻസ്പോർട്ട് നമ്പർ? ട്രാൻസ്പോർട്ട് നമ്പർ T+ = current carried by a cation divided by current carried by the total cations and anions. അല്ലെങ്കിൽ നമുക്കെന്ന് പറയാൻ പറ്റും T- അല്ലെങ്കിൽ ആനയോണിക് ട്രാൻസ്പോർട്ട് നമ്പർ T- എന്ന് പറയാൻ പറ്റും current carried by the anion divided by total current carried by the cation and anion എന്ന് പറയാൻ പറ്റും. അതാണ് T+ എന്നും T- എന്ന് വെച്ചാൽ. T+ഉം T- എന്താണ് ട്രാൻസ്പോർട്ട് നമ്പർ ഓഫ് പോസിറ്റീവ് അയോൺ ആൻഡ് നെഗറ്റീവ് അയോൺ. അപ്പം എന്നതെന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ ജനറലി പറയാൻ പറ്റും ട്രാൻസ്പോർട്ട് നമ്പർ ഓഫ് ആൻ അയോൺ ഇസ് ദ current carried by that ion divided by current carried by the total ions എന്ന് പറയാൻ പറ്റും. ഇനി T+ ഉം T- കൂടെ കൂട്ടി എന്ത് വരും, 1 എന്ന് വരും. ദാറ്റ് മീൻസ് T+ + T- = 1 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഡിറ്റർമിനേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് നമ്പറാണ്. അതിൻ്റെ ഹിട്രോസ് മെത്തേഡ്സ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ദിസ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ദ ഫാക്ട് ദാറ്റ് ദ കോൺസെൻട്രേഷൻ ചേഞ്ചസ് ഡ്യൂറിങ് around the electrode ഡ്യൂ ടു ദ മൈഗ്രേഷൻ ഓഫ് അയോൺസ് എന്നതാണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പിക്ചറിൽ റെപ്രസെൻറ്റേഷൻ നിങ്ങൾ ടെസ്റ്റിനകത്തുണ്ട്, അത് നിങ്ങൾ നോക്കുക. ഹിട്രോസ് മെത്തേഡ് എന്താണെന്നുള്ള ഒരു പിക്ചറിൽ റെപ്രസെൻറ്റേഷൻ. അതിനകത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും, അതിനകത്ത് the speed of the cation is directly proportional to the falling concentration of the anode എന്ന് പറയാം. അതുപോലെ speed of the anode is directly proportional to the falling concentration around the cathode എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനകത്ത് T+ എന്ന് പറയാൻ പറ്റും U+ / U++ U- എന്ന് പറയാം. കാരണം എന്താണ്, മൊബിലിറ്റി വെച്ചിട്ട് നമുക്ക് ട്രാൻസ്പോർട്ട് നമ്പർ പറയാം. കാരണം കറണ്ട് ക്യാരിഡ് ബൈ ഇത് അയോൺ എന്ന് പറയുന്നത് അതിന് മൊബിലിറ്റിക്ക് ഈക്വൽ ആയതുകൊണ്ടാണ് U+ / U++ U- എന്ന് പറയുന്നത്. സിമിലർലി T- എന്ന് പറയാൻ പറ്റും U- / U++ U- എന്ന് തന്നെ പറയാൻ പറ്റും. ഇനി എ ലോ കറണ്ട് ഈസ് യൂസ്ഡ് സോ ദാറ്റ് ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ അറൗണ്ട് ദ ഇലക്ട്രോഡ് ഈസ് നോട്ട് ടു ഫാസ്റ്റ്
as otherwise the diffusion maybe takes place. After electrolysis, the solution from the anodic compartment is taken out and weighed and then titrated against the electrolyte. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇതിനെ നമ്മൾ റിയാക്ഷൻ നടത്തുന്നു. ഒരു ആനോഡിക്, രണ്ട് കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ലെഫ്റ്റിലുള്ള ആനോഡിക് കമ്പാർട്ട്മെൻറ്റ്, റൈറ്റിലുള്ള കാഥോഡിക് കമ്പാർട്ട്മെൻറ്റ്, നടുക്ക് ഒരു സെൻട്രൽ കമ്പാർട്ട്മെൻറ്റാണ്. ഒരു യു ഷേപ്ഡ് ട്യൂബാണ്. നിങ്ങൾ ടെസ്റ്റിനകത്തുള്ള ആ പിക്ചറിൽ റെപ്രസെൻറ്റേഷൻ നോക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എസ്സേ ചോദിച്ച് കാണാനായിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്താ പറയുക, കാൽക്കുലേഷൻ നമുക്ക് എന്ത് പറയാം, വെൻ ആൻ ഇലക്ട്രോഡ് ആർ നോട്ട് അറ്റാക്ക്ഡ്, ഒരു ഇലക്ട്രോഡ് അറ്റാക്ക് ചെയ്തില്ലെങ്കിൽ നമുക്കെന്ത് പറയാൻ പറ്റും, അവിടെ ആഫ്റ്റർ ഇലക്ട്രോലൈസിസ് നമുക്കെന്ത് പറയാം, ആഫ്റ്റർ ഇലക്ട്രോലൈസിസ് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ഓഫ് ആനോഡിക് സൊല്യൂഷൻ, നമ്മൾ മുൻപ് പറഞ്ഞ പോലെ വെയിറ്റ് ഓഫ് ആനോഡിക് സൊല്യൂഷൻ എന്ന് വെച്ചാൽ W1 ഗ്രാം ആണെന്ന് പറയുന്നു. ഇനി വെയിറ്റ് ഓഫ് AgNO3 എന്ന് പറയുന്നത് W2 ഗ്രാം ആണെങ്കിൽ വെയിറ്റ് ഓഫ് വാട്ടർ എത്രയായിരിക്കും, W1 മൈനസ് W2 ആയിരിക്കും. കാരണം വെയിറ്റ് ഓഫ് വാട്ടർ പ്ലസ് സബ്സ്റ്റൻസ് ആണ് AgNO3 ആണ്. W1 എന്ന് വെച്ചാൽ ആനോഡിക് സൊല്യൂഷൻ്റെ കംപ്ലീറ്റ് വെയിറ്റ് ആണ് W1. ഇനി AgNO3യുടെ മാത്രം വെയിറ്റ് W2 ആണെങ്കിൽ W1 മൈനസ് W2 ആണ് അവിടുത്തെ വാട്ടറിൻ്റെ വെയിറ്റ് അല്ലേ. അപ്പോൾ അവിടെ വാട്ടറിൻ്റെ വെയിറ്റ് അങ്ങനെയാണെങ്കിൽ അവിടെ അത്രയും വാട്ടറിനകത്ത് അല്ലെങ്കിൽ W1 മൈനസ് W2 വാട്ടറിനകത്ത് എത്ര AgNO3 ഉണ്ട്, W2 ഡിവൈഡ് ബൈ 170 ഗ്രാംസ് ഓഫ് AgNO3 ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഇനി അപ്പം AgNO3 എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് ഈക്വൽ ടു X എന്ന് നമുക്ക് എഴുതാം. ഇനി ബിഫോർ ഇലക്ട്രോളിസിസ് മുന്നേ എന്ത് പറയാൻ പറ്റും, നമുക്കവിടെ W4 ഗ്രാംസ് ഓഫ് AgNO3യും W3 ഗ്രാംസ് ഓഫ് സൊല്യൂഷനും ഉണ്ടെങ്കിൽ അവിടുത്തെ വാട്ടറിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ W3 മൈനസ് W4 ഡിവൈഡ് ബൈ, അല്ലെങ്കിൽ W3 മൈനസ് W4 ഗ്രാംസ് ഓഫ് വാട്ടറാണ്. അത് കണ്ടെയ്ൻസ് W4 ഗ്രാംസ് ഓഫ് AgNO3 എന്ന് പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു Y ഗ്രാംസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഫോൾ ഇൻ കോൺസെൻട്രേഷൻ എത്രയാണ്, Y മൈനസ് X എന്ന് പറയാൻ പറ്റും. ഇനി ട്രാൻസ്പോർട്ട് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം, Y മൈനസ് ആണ് അവിടുത്തെ ഫോൾ ഇൻ കോൺസെൻട്രേഷൻ എങ്കിൽ Y മൈനസ് ഡിവൈഡ് ബൈ Z എന്ന് പറയാൻ പറ്റും. വേർ Z ഇസ് ദ ടോട്ടൽ കറണ്ട് അല്ലെങ്കിൽ ടോട്ടൽ കോൺസെൻട്രേഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ Y മൈനസ് X ഡിവൈഡ് ബൈ Z എന്ന് പറയുന്ന കാൽക്കുലേഷനകത്ത് നമുക്ക് എന്താ ചെയ്യാൻ, ട്രാൻസ്പോർട്ട് നമ്പർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അടുത്ത മെത്തേഡാണ് മൂവിങ് ബൗണ്ടറി. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് നമ്മൾ വെച്ച് ഹിട്രോസ് മെത്തേഡ് എന്ന് പറയുന്നു. രണ്ടാമത്തെ മെത്തേഡാണ് മൂവിങ് ബൗണ്ടറി മെത്തേഡ് മൂവിങ് ബൗണ്ടറി മെത്തേഡ്. അപ്പം ഹിട്രോസ് മെത്തേഡിൻ്റെ പിക്ചറൽ റെപ്രസെൻറ്റേഷൻ പഠിക്കുക. അതുപോലെ തന്നെ ഇവിടുത്തെ മൂവിങ് ബൗണ്ടറി മെത്തേഡിൻ്റെ പിക്ചറൽ റെപ്രസെൻറ്റേഷനാണ് താഴെ കാണിച്ചിരിക്കുന്നത്. ഒരു സ്ട്രെയിറ്റ് ട്യൂബുണ്ട്, അതിന് മുകളിലും താഴെയും എന്തുണ്ട്, രണ്ട് ഭാഗങ്ങളുണ്ട്. മുകളിൽ പ്ലാറ്റിനം കാഥോഡും താഴത്ത് പ്ലാറ്റിനം ആനോഡും കണക്ട് ചെയ്തിരിക്കുന്നു. നടുക്കത്തെ ആ ട്യൂബിനകത്ത് രണ്ട് തരം സൊല്യൂഷനുണ്ട്. മുകളിൽ KCl എന്ന് പറയുന്നത് നമ്മൾ ഏത് സൊല്യൂഷൻ്റെയാണോ മൊബിലിറ്റി കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ സൊല്യൂഷൻ മുകളിൽ നിറച്ചിരിക്കുന്നു. താഴെ CdCl2 എന്ന് പറയുന്ന സൊല്യൂഷൻ നിറച്ചിരിക്കുന്നു. ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. ഇൻ ഹിട്രോസ് മെത്തേഡ് it is difficult to obtain the accurate value of the transport number, especially with the very dilute solution, because of the small changes in the concentration of the ions in the cationic and anionic compartment. അപ്പം വളരെ ചെറിയ കോൺസെൻട്രേഷൻ വേരിയേഷൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഹിട്രോസ് മെത്തേഡ് വഴി നമുക്ക് കണ്ടുപിടിക്കുക. ദസ് ഹിട്രോസ് മെത്തേഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ മൂവിങ് ബൗണ്ടറി മെത്തേഡ് എന്ന് പറയാൻ പറ്റും. ഇനി അത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കിയേ, ടു ഡിറ്റർമിൻ ദ ട്രാൻസ്പോർട്ട് നമ്പർ ഓഫ് K+ ions we take the K+ അല്ലെങ്കിൽ KCl solution as the principal electrolyte. ഇപ്പോൾ KCl solution എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഇലക്ട്രോലൈറ്റ് ആയിരിക്കും. ആൻഡ് CdCl2 solution as a indicator electrolyte എന്ന് പറയാൻ പറ്റും. The concentration of a CdCl2 solution is kept with such as higher than the KCl solution so that the KCl solution floats over the CdCl2 solution. അപ്പം CdCl2 സൊല്യൂഷനേക്കാളും വെരി ഹൈ കോൺസെൻട്രേഷനിലായിരിക്കും, അല്ലെങ്കിൽ CdCl2 സൊല്യൂഷൻ എപ്പോഴും വെരി ഹൈ കോൺസെൻട്രേഷനിലായിരിക്കും ദാൻ KCl സൊല്യൂഷൻ. അതുകൊണ്ട് തന്നെ ഡെൻസിറ്റി ഓഫ് KCl കുറവായിരിക്കും, CdCl2 കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ KCl മുകളിലും CdCl2 താഴെയുമായിരിക്കുന്നത് കിടക്കുന്നത്. അപ്പം KClനെ നമുക്ക് പ്രിൻസിപ്പൽ ഇലക്ട്രോലൈറ്റ് എന്നും CdCl2നെ നമുക്ക് ഇൻഡിക്കേറ്റർ ഇലക്ട്രോലൈറ്റ് എന്നും പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി ഇതിനകത്തൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു ആണല്ലോ. അപ്പം the two solutions have a common ion Cl-. Cl- എന്ന് പറഞ്ഞാൽ കോമൺ അയോൺ ഉണ്ടാകും. The indicator electrolyte CdCl2 enables the formation of a sharp boundary with the experimental principal electrolyte. അപ്പോൾ KCl-ഉം CdCl2 തമ്മിൽ ഒരു ഷാർപ്പ് ബൗണ്ടറി ഉണ്ടാകുന്നു. ഇനി റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ ദിസ് ബൗണ്ടറി ഈസ് റെഫേർഡ് ടു ആസ് ദ ഓട്ടോജനിക് ബൗണ്ടറി എന്ന് പറയാൻ പറ്റും. ദ ബൗണ്ടറി ബിറ്റ്വീൻ ദി സൊല്യൂഷൻ ഈസ് വിസിബിൾ ബിക്കോസ് ഓഫ് ദ ഡിഫറൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സൊല്യൂഷൻ. ഇനി എന്ത് സംഭവിക്കുന്നു, റിയാക്ഷൻ നടക്കുന്നതനുസരിച്ച് എന്ത് സംഭവിക്കുന്നു, അവിടെ ഈ ബൗണ്ടറി
ചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്, മൂവിങ് ബൗണ്ടറി മെത്തേഡ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ട് നമ്പർ ഈസ് ഈക്വൽ ടു T is equal to VC divided by 1000 divided by Q എന്നാണ് ഇവിടുത്തെ ഇക്വേഷൻ പറയുന്നത്. അപ്പോൾ VC divided by 1000 divided by Q ഇതിനെയാണെന്ന് പറയുന്നത് ഈ മൂവിങ് ബൗണ്ടറി മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ത് സംഭവിക്കുന്നു, കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ വിസിബിൾ ബൗണ്ടറി എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു. ബിക്കോസ് ഓഫ് ദ ഡിഫറൻസ് ഇൻ ദ മൊബിലിറ്റി ഓഫ് അയോൺസ്. ഈ അയോൺസുകളുടെ മൊബിലിറ്റി മൂലമാണ്, ഡിഫറൻസ് മൂലമാണ് ഈ ബൗണ്ടറി അങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ടൈമിലേക്ക് കടക്കുന്നു. എന്താണ് ഡിബേ-ഹെക്കൽ തിയറി? അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. എന്താണ് ഡിബേ-ഹെക്കൽ തിയറി എന്ന് പറയുന്നത്? അതിന് 4 ഡിഫറൻറ്റ് പോസ്റ്റേഴ്സ് ആണുള്ളത് ഡിബേ-ഹെക്കൽ തിയറിക്ക്. ഒന്നാമത്തെ എന്താണ്, എവരി സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഇസ് കംപ്ലീറ്റ്ലി അയണൈസ്ഡ് ഇൻ ഓൾ ഡൈലൂഷൻസ്. എന്ത് ചെയ്യുന്നു, എല്ലാ സ്ട്രോങ് ഇലക്ട്രോലൈറ്റും എല്ലാ സൊല്യൂഷനുകളിലും എല്ലാ കോൺസെൻട്രേഷനിലും ഫുള്ളി ഡിസോസിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അയണൈസ് ചെയ്യുന്നു. രണ്ടാമത്തെ എന്താണ്, 2 ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ മൊബൈൽ അയോൺസ്, അല്ലെങ്കിൽ മൂവിങ് ആയിട്ടുള്ള അയോൺസുകൾ 2 ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നു. ഒന്നാമത്തെ എന്താണ്, ഇലക്ട്രിക്കൽ ഫോഴ്സും, രണ്ടാമത്തെ റെസിസ്റ്റൻസ് ഡ്യൂ ടു ദ വിസ്കോസിറ്റിയും. ഓക്കെ, മൂന്നാമത്തെ എന്താണ്, ദ ഫോഴ്സ് ആക്ടിങ് ബിറ്റ്വീൻ ദ അയോൺസ് ആർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. 2 അയോൺസുകൾ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ദാറ്റ് ഈസ് F is equal to Q1 Q2 divided by R square. R is the distance between the ions എന്ന് പറയാൻ പറ്റും. നാലാമത്തെ പോസ്റ്റ്ലേറ്റ് എന്താണ്, ഈച്ച് അയോൺ is surrounded by its oppositely charged ions in a spherical symmetrical atmosphere. Spherical symmetric atmosphere എന്ത് ചെയ്യുന്നു, ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ഉള്ള അയോൺസ് സെൻട്രൽ അയോണിനെ കവർ ചെയ്തിരിക്കുന്നു. ഇതിനെയാണ് പറയുന്നത് നാലാമത്തെ പോസിറ്റീവ്. അപ്പോൾ 4 പോസിറ്റീവാണ്. ഒന്നാമത്തെ എന്താണ്, എവരി സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആർ കംപ്ലീറ്റ്ലി അയോണൈസ്ഡ്. രണ്ടാമത് 2 ഫോഴ്സസ് ആർ ആക്ടിങ് ഓൺ ദ മൊബൈൽ അയോൺസ്. ഏതൊക്കെയാണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും അതുപോലെ തന്നെ വിസ്കസ് ഫോഴ്സും. വിസ്കസ് ഫോഴ്സ് ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ എന്താണ്, ഫോഴ്സ് ആക്ടിങ് ഓൺ 2 ഡിഫറൻറ്റ് അയോൺസ് എന്ന് പറയുന്നത് F is equal to Q1 Q2 divided by R square, where Q1 and Q2 are the charges of the ions and R is the distance between the ions എന്ന് പറയാം. ഇനി ഈച്ച് അയോൺസ് is surrounded by the opposite charge symmetric atmosphere എന്ന് പറയാൻ പറ്റും. ഇനി അതിൻ്റെ ഡിബേ-ഹെക്കൽ തിയറിയുടെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് 2 തരം ഫോഴ്സുകളുണ്ട്. അവിടെ എന്തൊക്കെയാണ്, റിലാക്സേഷൻ എഫക്റ്റ് എന്നും ഇലക്ട്രോഫോർട്ടിക് എഫക്റ്റ് എന്ന് പറയുന്നത് 2 എഫക്റ്റുകളുണ്ട്. എന്താണ് റിലാക്സേഷൻ എഫക്റ്റ്? ഇൻ സൊല്യൂഷൻ ഈച്ച് അയോൺ is surrounded by an ionic atmosphere of opposite charges. Without the influence of ionic atmosphere, it remains symmetrically around the central line. Without the influence of current, the ionic atmosphere remains symmetrically spherical around the central line. Central line ചുറ്റും സ്പെറിക്കലി സിമെട്രിക്കൽ ആയിട്ട് നിൽക്കുന്നു, ആബ്സെൻസ് ഓഫ് കറണ്ടിന്. When a current is passes through the solution, the central ion moves one direction and the oppositely charged surrounding ions move in the another direction. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ സെൻട്രൽ അയോണിൻ്റെ മൊബിലിറ്റി ഇസ് റിട്ടാർഡഡ് ബൈ ദ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് സറൗണ്ടിങ് അയോൺസ് എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിൻ്റെ മൊബിലിറ്റി റിട്ടാർഡ് ചെയ്യുന്നു ആ സറൗണ്ടിങ്സിലുള്ള അയോൺസുകളുടെ മൂലം. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ അയോണിക് അറ്റ്മോസ്ഫിയറിൻ്റെ സിമ്മട്രി കൊളാപ്സ് ചെയ്യുന്നു. ആ സിമ്മട്രി കൊളാപ്സ് ചെയ്തുകൊണ്ടാണ് ഇവിടെ അതിൻ്റെ മൊബിലിറ്റി കുറയുന്നത്. അപ്പോൾ ആ എഫക്റ്റിനെയാണ് ഇത് പറയുന്നത് സിമ്മട്രി എന്ത് ചെയ്യുന്നു, അസിമെട്രിക്കായി മാറും. അതുകൊണ്ട് നമുക്കെന്ത് പറയാൻ പറ്റും, അസിമെട്രിക് എഫക്റ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തെ എഫക്റ്റിനെയാണ് ഇലക്ട്രോഫോർട്ടിക് എഫക്റ്റ് എന്ന് പറയാൻ പറ്റും. ഇലക്ട്രോഫോർട്ടിക് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൊല്യൂഷൻ്റെ വിസ്കോസിറ്റി മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് അതിൻ്റെ അയോൺസുകളുടെ മൊബിലിറ്റി റെസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരം ഫോഴ്സിനെ എഫക്റ്റിനെയാണ് ഇത് പറയുന്നത് ഇലക്ട്രോഫോർട്ടിക് എഫക്റ്റ്. അപ്പം ഈച്ച് അയോൺ ഈസ് അസോസിയേറ്റഡ് വിത്ത് സം solvent molecules. Under the influence of electric field, the ions starts move in oppositely charged electrodes, which cause a frictional resistance of the solvent ഒരു ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു. ഈ ഫോഴ്സിനെയാണെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ എഫക്റ്റിനെയാണെന്ന് പറയുന്നത് ഇലക്ട്രോഫോർട്ടിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് ഡിബേ-ഹെക്കൽ-ഓൺസാഗർ ഇക്വേഷൻ. എന്താണ് ഡിബേ-ഹെക്കൽ-ഓൺസാഗർ ഇക്വേഷൻ? എന്താണ്, it derive the mechanical expression for the variation of equivalent conductance with concentration. എന്താണ് ഡിബേ-ഹെക്കൽ-ഓൺസാഗർ ഇക്വേഷൻ give the mathematical relationship between the variation of the equivalent conductance with concentration എന്ന് പറയാൻ പറ്റും. അതിനകത്ത് നിങ്ങൾക്ക് അതിന് ഡെറിവേഷൻ വേണ്ട. ഡിബേ-ഹെക്കൽ-ഓൺസാഗർ give an equation and is known as ഡിബേ-ഹെക്കൽ-ഓൺസാഗർ equation. According to this equation, lambda c is equal to lambda 0 minus 82.4 divided by dt raised to 1/2 into eta plus 8.2 into 10 raised to
5 divided by dt raised to 3/2 into lambda 0 into all into root 3 എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഈ പറയുന്ന 82.4 ഡിവൈഡ് ബൈ ആ ടേം എന്ന് പറയുന്നൊരു കോൺസ്റ്റൻ്റ് ആണ്. അതിനെ നമുക്ക് എ എന്ന് കൊടുക്കാം. അതുപോലെ 8.2 into 10⁵ ഡിവൈഡ് ബൈ dt raised to 3/2 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതിനെ നമുക്ക് ബി എന്ന് കൊടുക്കാം. അപ്പോൾ ലാംഡ സി ഈസ് ഈക്വൽ ടു ലാംഡ 0 മൈനസ് എ പ്ലസ് ബി ലാംഡ 0 ഇൻറ്റു റൂട്ട് സി എന്ന് പറയാം. ഇതിനെയാണ് പറയുന്നത് ഡിബേ-ഹെക്കൽ-ഓൺസാഗർ ഇക്വേഷൻ നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് അയോണിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അയോണിക് സ്ട്രെങ്ത്. ഓക്കെ, എന്താണ് എഴുതിക്കുക? അയോണിക് സ്ട്രെങ്ത് എന്ന് പറയുന്നതായിരിക്കും. അയോണിക് സ്ട്രെങ്ത് എന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രോലൈറ്റ്സ് ഹാവിങ് അയോൺസ് വിത്ത് മൾട്ടിപ്പിൾ ചാർജസ് ആർ ലാർജർ എഫക്റ്റ് ഓൺ ആക്ടിവിറ്റി കോഎഫിഷ്യൻറ്റ് ഓഫ് അയോൺസ് ദാൻ ദ ഇലക്ട്രോലൈറ്റ് കണ്ടക്ടിങ് ഓൺലി സിംഗിൾ ചാർജ്ഡ് അയോൺസ്. ദ അയോണിക് സ്ട്രെങ്ത് I is a characteristic of the solution and I is equal to 1/2 into sigma mi(z)I². അല്ലെങ്കിൽ നമുക്കെന്ത് പറയാൻ പറ്റും? അയോണിക് സ്ട്രെങ്ത് ഈസ് ഈക്വൽ ടു ദ ഹാഫ് ഓഫ് ദ സം ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് mi എന്ന് പറയുന്നതാണ് മൊളാരിറ്റി ഓഫ് ദ അയോൺസ് ഇൻറ്റു Z(I) എന്ന് വെച്ചാൽ എന്താണ്? ചാർജ് ഓഫ് ദ അയോൺ. അപ്പോൾ സ്ക്വയർ ഓഫ് ദ ചാർജ് ഓഫ് ദ അയോൺ. നമുക്കൊന്നുകൂടെ പറയാം. അയോണിക് മൊബിലിറ്റി ഈസ് ദ പ്രൊഡക്റ്റ് ഹാഫ് ഓഫ് ദ സം ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് അയോണിക് കണ്ടക്ടിവിറ്റി ആൻഡ് സ്ക്വയർ ഓഫ് അയോണിക് ബാലൻസി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, എന്താണ് ഡിബേ-ഹെക്കൽ ലിമിറ്റിംഗ് ലോ എന്ന് പറയുന്നത്? ഡിബേയും ഹെക്കലും ആർ ഏബിൾ ടു കാൽക്കുലേറ്റ് ദ റേഷ്യോ ഓഫ് ദ ആക്ടിവിറ്റി ടു കോൺസെൻട്രേഷൻ. അപ്പം അയോണിക് ആക്ടിവിറ്റിയും കോൺസെൻട്രേഷനും തമ്മിലുള്ള റേഷ്യോ അല്ലെങ്കിൽ അവ തമ്മിലുള്ള റിലേഷൻ ആരൊക്കെ പഠിച്ചു? ഡിബേയും ഹെക്കലും കൂടെ പഠിച്ചു. ആൻഡ് ദ ബേസിക് പ്രിൻസിപ്പിൾ യൂസ്ഡ് ഈസ് ദ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ അയോൺസ് ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ്സ് അയോൺസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിനകത്ത് നിന്ന് അവരെന്ത് ചെയ്തു? ഡിബേ ആൻഡ് ഹെക്കൽ നീഡ്സ് ടു കാൽക്കുലേറ്റ് ദ അയോണിക് coefficient at a very low concentration and the relation can be represented as log gamma plus or minus is equal to minus a z plus z minus into root I അല്ലെങ്കിൽ I raised to 1/2 എന്ന് എഴുതാൻ പറ്റും. എന്താണ്? log gamma plus or minus is equal to minus a z plus z minus into 1 I raised to 1/2 എന്ന് എഴുതാൻ പറ്റും. ഇവിടെ ഗാമ പ്ലസ് ഓർ മൈനസിന് എന്ത് പറയാൻ പറ്റും? ആക്ടിവിറ്റി കോഎഫിഷ്യന്റ് എന്ന് പറയാം. എ ഈസ് ദ കോൺസ്റ്റന്റ്, ഇസഡ് പ്ലസ് ആൻഡ് ഇസഡ് മൈനസ് ആർ ദ ചാർജ് അയോൺസ് ഓഫ് ചാർജ് ഓഫ് ദ അയോൺസ് ആൻഡ് ഐ ഈസ് ദ അയോണിക് ആക്ടിവിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ആപ്ലിക്കേഷൻ ഓഫ് കണ്ടക്ടൻസ് മെഷർമെൻറ്റ്സ് എന്തൊക്കെയാണ്? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കോൾട്രാഷൻസ് ടോയുടെ ആപ്ലിക്കേഷൻസ് എല്ലാം കണ്ടക്ടൻസ് മെഷർമെൻറ്റ്സിൻ്റെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ എന്താണ്? ഒന്നാമത്തെ എന്താണ്? കാൽക്കുലേഷൻ ഓഫ് ദ മോളാർ കണ്ടക്ടൻസ് ഓഫ് ദ ഇൻഫിനിറ്റ് ഡയലൂഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്. രണ്ടാമത്തെ കാൽക്കുലേഷൻ ഓഫ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്. മൂന്നാമത്തെ ഡിറ്റർമിനേഷൻ ഓഫ് സ്പാരിംഗ് സോലബിലിറ്റി ഓഫ് സ്പാരിംഗ് സോലബിലിറ്റി സോൾട്ട്. അവസാനത്തെ ഡിറ്റർമിനേഷൻ ഓഫ് ദ അയോണിക് പ്രോഡക്റ്റ്. ഇതെല്ലാം എന്തിൻ്റെ ആപ്ലിക്കേഷനാണ്? കണ്ടക്ടൻസ് മെഷർമെൻറ്റ്സിൻ്റെ. അതുപോലെ തന്നെ കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻസും കണ്ടക്ടൻസ് മെഷർമെൻറ്റ്സിൻ്റെ ഒരു എക്സാമ്പിളാണ്. ദ പ്രിൻസിപ്പിൾ ഓഫ് കണ്ടക്ടോമെട്രിക് മെഷർമെൻറ്റ്സ് ഈസ് ബേസ്ഡ് ഓൺ ദ fact that during the titration one ion is replaced by another ions. എന്ന് വെച്ചാൽ രണ്ട് ഇലക്ട്രോലൈറ്റുകൾ റിയാക്ട് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ അയോണിനെ എന്ത് ചെയ്യുന്നു? വേറെ അയോണ് റീപ്ലേസ് ചെയ്യുന്നു. അപ്പം invariably these two ions differ in ionic conductivity with the result that the conductivity of the solution varies during the course of the titration എന്ന് പറയാൻ പറ്റും. ഇതാണ് കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻസ് എന്ന് പറയാം. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ we use the conductometric measurements for the determination of the end point of a titration. ഒരു end point of titration കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ടക്ടൻസ് മെഷർമെൻറ്റ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത്? കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻസ് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണ്ടക്ടോമെട്രിക് മെഷർമെൻറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? സ്ട്രോങ് ബേസ് എന്ന് പറയുന്ന ഒരു കണ്ടക്ടോമെട്രിക് മെഷർമെൻറ്റ്സ് ഉണ്ട്. അവിടെ എന്താണ് നമുക്ക് പറയാം? അവിടെ സ്ട്രോങ് ആസിഡ് ആയിട്ടുള്ള HCl അതുപോലെ സ്ട്രോങ് ബേസ് ആയിട്ടുള്ള NaCl നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? HCl പ്ലസ് NaCl ഗീവ്സ് NaCl പ്ലസ് H2 എന്ന് പറയും. ദാറ്റ് ഈസ് എങ്ങനെ എഴുതാൻ പറ്റും? അതിന് അയോണിക് ഫോമിൽ എഴുതുന്നത് H പ്ലസ് പ്ലസ് Cl മൈനസ് പ്ലസ് Na പ്ലസ് പ്ലസ് OH മൈനസ് ഗീവ്സ് Na പ്ലസ് പ്ലസ് Cl മൈനസ് പ്ലസ് H2O എന്ന് എഴുതാൻ പറ്റും. ഇവിടെ നമ്മൾ റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ HCl ഒരു ഒരു ബീക്കറിൽ എടുക്കുന്നു. ബ്യൂററ്റിൽ നിന്നും Na ഒഴിച്ച് അടിയുന്നു. അപ്പം ബീക്കറിലെടുത്ത HCl വളരെ ഹൈ കണ്ടക്ടൻസ് ഉണ്ട്. കാരണം എന്താണ്? H പ്ലസിൻ്റെ കണ്ടക്ടൻസ് വളരെ ഹൈ ആണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞു.
ഇനി അതിനെ ആ ബ്യൂററ്റിൽ നിന്നും ആദ്യത്തെ ഡ്രോപ്പ് Na+ഉമായിട്ട് അല്ലെങ്കിൽ NaCl-ഉമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും ആ NaCl അവിടുത്തെ HCl-നുള്ള H+ഉമായിട്ട് റിയാക്ട് ചെയ്ത് ആ H+ൻ്റെ സ്ഥാനത്ത് Na+നെ കൊണ്ടുവന്ന് NaCl ഉണ്ടാകും. അപ്പോൾ NaCl എന്ന് പറയുന്ന ആളുണ്ടാകുന്നു. H2 എന്ന് പറയുന്നത് അൺഡിസോസിയേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ H+ൻ്റെ കണ്ടക്റ്റൻസിനേക്കാളും കുറവാണ് Na+ൻ്റെ കണ്ടക്റ്റൻസ് കൊണ്ട് ദെൻ ദ കണ്ടക്ടിവിറ്റി ഡിക്രീസസ് എന്ന് പറയും. അപ്പം നമുക്ക് ആദ്യം നൈട്രേഷൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുന്നു, കണ്ടക്റ്റൻസ് മെല്ലെ മെല്ലെ കുറയുന്നു. അത് എവിടം വരെ കുറയും? വെൻ അൻറ്റിൽ ദ ഇക്വലൻ്റ് കണ്ടക്റ്റൻസ് അല്ലെങ്കിൽ ഇക്വലൻ്റ് പോയിൻറ്റിൽ അല്ലെങ്കിൽ എൻ പോയിൻ്റ് എത്തുന്നവരെ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കും. ആഫ്റ്റർ എൻ പോയിൻറ്റ് ദ കണ്ടക്റ്റൻസ് ഈസ് ഇൻക്രീസിങ് ഡ്യൂ ദ അബ്നോർമൽ കണ്ടക്ടിവിറ്റി ഓഫ് OH മൈനസ്. അപ്പോൾ OH മൈനസ് അയോൺസാണ് പിന്നെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കണ്ടക്റ്റൻസ് നേരെ ഇൻക്രീസ് ചെയ്യുന്നു. ഇതുപോലെ തന്നെയാണ് ആസിഡിക് വീക്ക് ആസിഡും സ്ട്രോങ് ബേസും. വീക്ക് ആസിഡിനും സ്ട്രോങ് ബേസിൻ്റെ പ്രത്യേകത, വീക്ക് ആസിഡിൻ്റെ കണ്ടക്റ്റൻസ് വളരെ കുറവാണ്. അവിടെ NaCl അല്ലെങ്കിൽ NaOH റിയാക്ട് ചെയ്യുമ്പോൾ CH3CO- Na+ എന്ന് പറയുന്ന ആളുണ്ടാകും. അതിനർത്ഥം എന്താണ്? CH3CO തന്നെയാണ്. അതൊരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റാണ്. അതൊരു സോൾട്ട് ആയതുകൊണ്ട് തന്നെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റാണ്. അതുകൊണ്ട് തന്നെ അതുണ്ടായി വരുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ കണ്ടക്റ്റൻസ് മെല്ലെ ഇൻക്രീസ് ചെയ്യുന്നു. ആഫ്റ്റർ എൻ പോയിന്റ് കണ്ടക്റ്റൻസ് ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു ബിക്കോസ് ഓഫ് ദ എക്സസ് OH മൈനസ് അയോൺസ് എന്ന് പറയാൻ പറ്റും. ഇനി സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രോങ് ആസിഡ് HCl ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കണ്ടക്റ്റൻസ് വളരെ ഹൈ ആയിരിക്കും. അത് ഈ പറയുന്ന വീക്ക് ബേസ് ആയിട്ടുള്ള NH4Cl റിയാക്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നു, അതിൻ്റെ കണ്ടക്റ്റൻസ് കുറഞ്ഞു വരും. കാരണം HCl-നേക്കാളും കണ്ടക്റ്റൻസ് കുറവാണ് NH4Cl-ന്. അപ്പോൾ NH4OH-ഉമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും NH4Cl ഉണ്ടാകുകയും അതിൻ്റെ കണ്ടക്റ്റൻസ് മെല്ലെ കുറഞ്ഞു വരുന്നു. ആഫ്റ്റർ ഇക്വലൻ്റ് പോയിൻറ്റ്സ് എന്ത് ചെയ്യുന്നു, അവിടെ NH4OH മാത്രമേ ഉള്ളൂ. NH4OH എന്ന് പറയുന്നത് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ കണ്ടക്റ്റൻസ് പാരലായിട്ട് നിൽക്കുന്നു. ഇതാണ് സെക്കൻഡ് ചാപ്റ്ററിനകത്തുള്ള ഏരിയ. നിങ്ങൾ കേൾക്കുക, മനസ്സിലാക്കുക. ഒരു അരമണിക്കൂർ കൊണ്ട് അതിന് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അടുത്ത വീഡിയോയിൽ ഫോട്ടോ കെമിസ്ട്രിയുടെ ആ ഒരു ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.